പോണത്? മമ്പുറത്തേക്ക് പോകുന്ന എന്തിനാ? എനിക്ക് കുട്ടിയെ തരണേ, എന്റെ ഭാഗം പുറത്തരയണമേ. അത് ശിർക്കാണെന്ന് എപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്, അന്നും എന്നും ഇന്നും എന്നും പറയും ഞങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞു എന്ത്, ഖബറിന്റെ അടുത്തേക്ക് പോകണം. എന്താ ഈ കുത്തുബിയത്തിലൂടെ നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയിട്ടാ ചെല്ലുന്നത്? കുത്തുബിയത്ത് ഇപ്പൊ നമ്മുടെ വിഷയമല്ലാണ്. നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ കുത്തുബിയത്തിലൂടെ ഇപ്പൊ ഇസ്തിഹാസ എന്നുള്ള പദം പോലും പറയാൻ പേടിക്കുന്നത്. ഞാൻ പറഞ്ഞു തശഫ്ഫുഉ തവസ്സുലും ഒക്കെ മറ്റു വിഷയമാണ്. ഖബറിന്റെ സിയാറത്തുമായി നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യാനോ പറ്റുക? നിങ്ങൾക്ക് തവസ്സുൽ നടത്താൻ പറ്റുമോ? നിങ്ങൾക്ക് ഇസ്തിഹാസ ഒരു പണി അവിടെ നടക്കൂല. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് എന്താ? ഞങ്ങൾക്ക് തർക്കം, ഞങ്ങളുടെ വാദം പറഞ്ഞില്ല എന്നാണ്. അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ച് എന്റെ പാപം പുറത്തു തരയണമേ, എനിക്ക് സ്വർഗം തരയണമേ, എനിക്ക് മക്കളെ തരയണമേ എന്നിങ്ങനെ ഇസ്തിഹാസ നടത്തൽ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇതാണ് നിങ്ങൾ മറുവാദം പറയേണ്ടത്. അതല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, അത് നിങ്ങൾക്ക് സംവാദത്തിൽ പറയേണ്ട കാര്യമാണ്. നിങ്ങൾ വിഷയത്തിൽ ഒരു വാദം ചെയ്ത് എന്താ നിങ്ങളുടെ നിലപാട്? ഈ പറയുന്ന പ്രവാചകൻ വിളിച്ചിട്ട് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് അതിൽ ഇപ്പം പ്രവാചകൻ മരിച്ചു പോയില്ലെന്ന് നിങ്ങൾ ഈ ചെയ്യുന്ന ജീവിതകാലത്ത് ചെയ്താലും ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നത്. സഹോദര, ഞാൻ വായിച്ച വാദം നിങ്ങൾ അതിൽ കേൾക്കണം. സാധാരണക്കാരായ അല്ലെങ്കിൽ മരണത്തിന് ഓർക്കുന്ന സിയാറത്തല്ല ഞാൻ എഴുതിയിട്ടുള്ളതും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നികൾ സിയാറത്ത് ചെയ്യുന്നത് എന്തിനാ? ഇവിടെ വളരെ വ്യക്തമായി ഞാൻ എഴുതിയിട്ടുള്ളത്. സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നതും ഇസ്തിശ്ഫാ എന്ന് പറഞ്ഞാൽ ശഫാഅത്ത് തേടുകൾ, മുഹമ്മദ് നബിയോട് ശഫാഅത്ത് തേടൽ, അത് ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? മരിച്ചവരോട് ശഫാഅത്ത് തേടാൻ പാടില്ല എന്നാണല്ലോ. മൂന്നാമത് സഹായാചന എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇസ്തിഗാസ. അതിന്റെ കണ്ണടാണ് ഞാൻ എഴുതിയത്. സഹായാചന എന്ന് പറഞ്ഞ ഇസ്തിഗാസ. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മഹാന്മാരെ അവരോട് ഇസ്തിആനത്ത് നടത്തുന്നതും ഇസ്തിഗാസ നടത്തുന്നതും അതുപോലെ അവരെ അത് ഉദ്ദേശിച്ചുകൊണ്ട് സിയാറത്ത് പോകുന്നതും ശിർക്കാണെന്നും മാത്രമല്ല അത് ഉദ്ദേശിച്ചുകൊണ്ട് പോയി സഹായം തേടണമെന്നില്ല. പോയാൽ തന്നെ മുശ്രിക്കാകുന്ന വാദക്കാരാണ് നിങ്ങൾ. പിന്നെ ബാക്കി ഇസ്തിഗാസ. നിങ്ങൾ മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ശിർക്കാണ്. മദീന സിയാറത്ത് സുന്നത്തില്ലെന്ന് എഴുതി വെച്ചവരാണ് നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകാൻ പാടില്ല. ഇബ്നു തൈമിയ ലോകത്ത് കൊണ്ടുവന്ന ലാ തുശദ്ദു റിഹാലു എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ടുവന്ന വാദം തെരുവുകളിൽ പ്രസംഗിക്കുന്ന നിങ്ങൾ ഇപ്പൊ ഞങ്ങളോട് വാദം ഏതാൻ വേണ്ടി പഠിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ തർക്കത്തിലുള്ള മർമ്മത്തിലുള്ള വിഷയം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ മരണത്തിന് ഓർക്കുന്ന സിയാറത്തിനെ സംബന്ധിച്ചല്ല. നിങ്ങൾ വായിച്ച വാദം സാരിബ കുല്ലിനെ പൊളിക്കാനുള്ള നഖീല മൂജബ ജുസി. അതുകൊണ്ട് ഒരു നബിയോടും ഒരു മഹാനോടും സഹായം തേടാൻ പാടില്ല, ശിർക്കാണ് എന്ന വാദം നിങ്ങൾ സാരിബ കുല്ലിയ. അതിനെ പൊളിക്കാൻ ഞങ്ങൾക്ക് മൂജബ ജുസി മതി. വെറും ഒരു വലിയോട് ഇസ്തിആനത്ത് നടത്താമെന്ന് പറഞ്ഞാൽ മതി. പോകേണ്ട, അത് അവിടെ ചെന്ന് ചോദിക്കേണ്ട, പോയാൽ തന്നെ ശിർക്കാണ്. നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് വിശ്വസിച്ചാൽ മതി. ശിർക്ക് വന്നു സഹോദര. മുഹീദ്ദീൻ ശൈഖ് എന്റെ പാവം പുറത്തു തരും, എനിക്ക് മക്കളെ തരും, എനിക്ക് കുട്ടികളെ തരും, എന്റെ ജീവിതത്തിൽ ഇടപെടും, എന്നെ കാണും, എന്നെ കേൾക്കും, എന്റെ മനസ്സിലുള്ളത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അറിയാൻ കഴിയും എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കാം. അതിന്റെ ഭാഗമായി ഇസ്തിഹാസ നടത്തിയ ഒന്നും കൂടി മനസ്സിലാകുന്നതാ. ഞങ്ങളിവിടെ പറഞ്ഞതാണ് സിയാറത്ത് ലക്ഷ്യമാണ്, ആ സിയാറത്തല്ല. അപ്പൊ ഞങ്ങൾ നിരുപാധികം സിയാറത്തിന് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി. കൈതോട് കൂടിയാണ്, ഉപാധിയോട് കൂടിയാണ് പറഞ്ഞത്. അതേത് ഉപാധിയാ? നിങ്ങളുടെ വിശ്വാസത്തോടു കൂടിയാണ്. ആ വിശ്വാസം നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കുത്തുബിയത്തിലൂടെ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് പറയുന്നു, എന്നെ സ്വർഗത്തിലേക്ക് കയറ്റണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, അതുപോലെ എന്റെ പാപം പുറത്തു തരണമേ. ഈ ഇസ്തിഗാസയ്ക്ക് തെളിവുണ്ടോ? ഇങ്ങനെ ഇസ്തിഗാസ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അത് സ്ഥിരപ്പെട്ടതാണെന്നാ എഴുതേണ്ടത്. തർക്കമില്ലാത്തൊരു വാദം എഴുതുക. സിയാറത്തോട് നമ്മുടെ വിഷയം അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല സിയാറത്ത്. പിന്നെ തശഫ്ഫുഉം തവസ്സുലും മറ്റു വിഷയമാണ്. അത് ഇതുമായി കൂട്ടിക്കുഴക്കേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ തർക്കം, നിങ്ങൾ അല്ലാത്തവരെ നേരിട്ട് വിളിച്ചിട്ട് ഇസ്തിഗാസ നടത്തുന്നു. അത് എന്താണ്? എന്റെ പാപം പുറത്തു തരണമേ. അത് നിങ്ങൾ വാദത്തിൽ എഴുത്. ഞങ്ങൾ എഴുതിയല്ലോ. ഈ വാദത്തിൽ നിങ്ങൾക്ക് തർക്കമില്ല എങ്കിൽ നമുക്ക് മറ്റു വിഷയങ്ങൾ ആലോചിക്കാം. അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ച് എന്റെ പാപം പുറത്തു തരണമേ, എനിക്ക് സ്വർഗം തരണമേ, എനിക്ക് മക്കളെ തരണമേ എന്നിങ്ങനെ ഇസ്തിഗാസ നടത്തൽ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. നിങ്ങൾ പറഞ്ഞത് സ്ഥിരപ്പെട്ടതല്ല. ഞങ്ങൾ പറയുന്നത് ശിർക്കാണ്, നിങ്ങൾ പറയുന്നത് ശിർക്കാണെന്ന് പറഞ്ഞു. എന്നാ നമുക്ക് മറ്റു വിഷയത്തെ കുറിച്ച് ആലോചിക്കാം.
സിയാറത്തിനെ കുറിച്ച് ആലോചിക്കാം. ഇതിൽ തർക്കം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ പറഞ്ഞു സിയാറത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാ ഇപ്പൊ പരിമിതപ്പെടുത്തുന്നത്? റസൂലിന്റെ ഖബർ സുന്നികൾ ലക്ഷ്യം വെച്ച് പോകും. നിങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യം പോകാൻ പറ്റൂല. അത് മുന്നേ ഇമാമിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സഹോദര, ആമും ഖാസും ആദ്യം പഠിക്കണം. നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖെ കുട്ടിതരനെ രോഗസുഖമാക്കണേ, ഇത് ഇസ്തിആനത്തും ബിൽ ഔലിയാഇന്റെ എത്ര തംസീലുകളാ. അത് ചില ഉദാഹരണങ്ങളാണ്. ഞാനിവിടെ ആമേദിട്ടുള്ളപ്പോൾ നിങ്ങൾ പിന്നെ ഖാസിനെ പറയേണ്ട ആവശ്യമുണ്ടോ സഹോദര? ഞാനിവിടെ അമ്പിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ മറ്റു മഹാന്മാരോടുള്ള ഇസ്തിആനത്ത് എന്നതിൽ നിങ്ങൾ പറഞ്ഞ ഒക്കെ ഉദാഹരണങ്ങൾ ഉൾപ്പെടുന്നു. അത് ആമാണ്. വാദം എഴുതുമ്പോൾ ഉദാഹരണം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ആമായിട്ട് എഴുതുക. അതൊക്കെ നിങ്ങൾ പിന്നെ ചോദിച്ചോളൂ. അത് ഉദാഹരണങ്ങളാണ്. ഇവിടെ ഞാൻ വാദം ആമായിട്ടാണ് എഴുതേണ്ടത്. നിങ്ങളെ വാദം സാരിബ കുല്ലിയാണോ സാരിബ ജുസിയാണോ? അതൊന്ന് പറയും. എന്റെ ചോദ്യമാണ് നിങ്ങളോട്. വാദം ചെയ്തുകൊണ്ട് നിങ്ങളെ വാദം സാരിബ കുല്ലിയാണോ സാരിബ ജുസിയാണോ? എന്താണ് നിങ്ങളുടെ വാദം? സാരിബ കുല്ലിയാണെങ്കിൽ ഒറ്റ ഒരു മൂജബ ജുസി ഉദ്ധരിച്ചാൽ നിങ്ങളെ കവിയ പൊളിഞ്ഞു. അതുകൊണ്ട് സാരിബ കുല്ലിയായ കവിയക്കെതിരെ വാദം എഴുതുമ്പോ മൂജബ ജുസിന്റെ വാദം എഴുതിയാൽ മതി. അതുകൊണ്ട് ഇതാദ്യം നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിക്കാത്ത കുഴപ്പമായിട്ട് സംഭവിച്ചത്. അതൊക്കെ തസ്രീം വന്നിരിക്കും ഒക്കെ ശരത്തിലൊക്കെ ഓതി പഠിച്ചിരുന്നെങ്കിൽ കുറച്ചൊക്കെ തിരിയുമായിരുന്നു ഈ ആമും ഖാസും ഒക്കെ. അതുകൊണ്ട് നിങ്ങളുടെ വാദം സാരിബ കുല്ലി മുഴുവൻ എന്ത് ഔലിയാക്കളോട് ഏത് ചോദ്യം, വെറും മക്കളെ ചോദിക്കൽ മാത്രമല്ലല്ലോ, ഏത് ചോദ്യം വിശ്വസിക്കാൻ തന്നെ കാഫിറാവുന്നൊക്കെ പറഞ്ഞേ. പിന്നെന്തിനാ സംശയം എഴുതേണ്ടത്? ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കണ്ട, സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫിറാവും. പിന്നെ എന്തിനാ സഹോദരൻ സംശയം എഴുതുന്നത്? ഉദാഹരണ ആവശ്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വിശ്വസിക്കാനൊക്കെ കാഫിറാവും. പോകണ്ട. പിന്നെ എന്തിനാ സംശയം എഴുതുന്നത്? സംശയമൊക്കെ നിങ്ങൾ പിന്നെ ചോദിച്ചോ? ഉദാഹരണങ്ങളാ. ഇവിടെ വാദം എഴുതുമ്പോ കുല്ലിയായിട്ടാണ് എഴുതേണ്ടത്. നിങ്ങളെ സാരിബ കുല്ലി ആണോ സാരിബ ജുസിയാണോ? അതും പറയും. അതൊന്ന് വെട്ടാൻ. നിങ്ങളെ വാദം സാരിബ കുല്ലിയാണോ സാരിബ ജുസിയാണോ എന്ന് അതനുസരിച്ച് ഞാൻ വാദം ചെയ്തു. യാഥാർത്ഥ്യ ശരി കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സാരിബ കുല്ലിയാണോ ജുസിയാണോ പറയും. നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചത് നിങ്ങൾ രക്ഷപ്പെട്ട ഇൽമുൽ കലാമിന്റെ പുറകെ പോയതാ നിങ്ങൾ ഈ ശിർക്കിലും ഖുറാബാത്തിലും പെട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നില്ല? നിങ്ങൾ ഖുർആനും സുന്നത്തും നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടേ. അവിടെ നിങ്ങൾ അതിനാ പഠിക്കേണ്ടത്. അതിനാ ഇവിടെ തെളിയിക്കേണ്ടത്. ഞാനിവിടെ പറഞ്ഞ ഉദാഹരണം എന്തിനാ കൊണ്ടുവരുന്നതാണ്? ഉദാഹരണം കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ നേതാക്കന്മാർ പേരോടടങ്ങുന്ന ശൈഖന്മാര് മുമ്പേ എഴുതി കഴിഞ്ഞ ഉദാഹരണം അടക്കുന്ന ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ ഉദാഹരണം അടക്കം എഴുതി. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നറിയാവോ? തവസ്സുലിലേക്ക് പോവും. ഇപ്പൊ വാദത്തിൽ തന്നെ തശഫും തവസ്സുലും ഇടയിൽ കുത്തിത്തിരുമാൻ നോക്കി. അതാ ഇവിടെ കൈയോടെ പിടിച്ചിരിക്കുന്നത്. മനസ്സിലാകണ്ട? ഇസ്തിശ്വാന്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അതിന്റെ കാര്യം അതിനെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. ആദ്യം ഇസ്തിഹാസ വിശദീകരിക്കുക. എന്നിട്ട് ഇസ്തിഹാസ എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് ഇപ്പൊ പേടിയാ. ഞങ്ങൾക്കറിയാം. അതിന്റെ പേരിൽ തന്നെ പല ആളുകളും ഞങ്ങളുടെ മുന്നിൽ ഒളിച്ചോടിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾക്ക് തർക്കമില്ലാതെ ഞങ്ങൾ പറഞ്ഞതാണ് സിയാറത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ആ സിയാറത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ സിയാറത്തിൽ പരിമിതപ്പെടുത്താതെ നിങ്ങൾ കുത്തുബിയ്യത്തിൽ പറയുന്ന മാലകളിലൂടെ നടത്തും. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെന്ന്. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. റസൂലിന്റെ ഖബറിൽ പോയി ഈ അടുത്തുകൂടി ഒരു മുസ്ലിം അടിച്ചോടിച്ച് വിട്ടതേ ഉള്ളതെന്ന്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കുത്തുബിയ്യത്തിലൂടെയും മാലകളിലൂടെയും എല്ലാ മാസാന്തരങ്ങളിൽ നിങ്ങൾ ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ നിങ്ങൾ നടത്താറുണ്ടല്ലോ. ഈ നടത്തുന്ന നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ചോദ്യം. അതിനാണ് നിങ്ങൾ പറയേണ്ടത് പ്രമാണത്തിലുണ്ട്. നമ്മൾ മല്ലി സഖാഫി പറഞ്ഞതുപോലെ ഖുർആനിൽ നിന്ന് തന്നെ സഹിയായ ഹദീസിലുണ്ട്. അത് നിങ്ങൾ എഴുത്. നിങ്ങൾ തർക്കമില്ലാത്തൊരു വിഷയം കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങളുടെ ഇൽമുൽ കലാമിന്റെ പുറകേക്ക് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ വിഷയം മാറ്റാതെ ഇവിടെ വിഷയം എഴുതുക. വാദം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ വാദത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലേ? എന്നാൽ അത് പറ. ഞാൻ ചോദിച്ചു നേരത്തെ നിങ്ങൾക്ക് ഇതിൽ തർക്കമുണ്ടോ ഇല്ലേ? അത് നിങ്ങൾ പറ. ഞങ്ങൾക്കതിൽ ഉള്ള തർക്കം നമ്മൾ പറഞ്ഞു. സിയാറത്തിന്റെ വിഷയം നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരരുത്. ഇൽമുൽ കലാമും മന്തിക്കും പഠിക്കാതെ ഖുർആൻ നോക്കിയ കുഴപ്പമായിട്ട് വന്നത് അത് ആലാത്തുകളാണ്. തഫ്സീറിന്റെ ആലാത്തുകളാണ് ഇതൊക്കെ. ഹദീസിന്റെ ആലത്തുകളൊക്കെ പഠിച്ചു വേണം ഈ ഖുർആനും ഹദീസ് അർത്ഥം വെക്കാൻ. ഈ മന്തിക്കും മാനും പഠിക്കാതെ നിങ്ങൾ നേർക്ക് നേരം ഡിക്ഷണറി നോക്കി ഖുർആൻ പരിഭാഷ നോക്കി. അതാ സംഭവിച്ച കുഴപ്പം. അപ്പൊ ഇപ്പൊ സാലിബ കുല്ലി അറിയുന്നില്ല, മൂജബ ജുസു അറിയുന്നില്ല, സാലിബ ജുസു അറിയുന്നില്ല. ഞാൻ ചോദിച്ചു നിങ്ങളെ വാദം സാലിബ കുല്ലിയാണോ അല്ലേ? അപ്പൊ സാലിബ കുല്ലി എന്ന് പറയുന്നില്ല, സാലിബ ജുസു എന്ന് പറയുന്നില്ല. ആണാണോ പെണ്ണാണോ ചോദിക്കും, ആണോ പറയുന്നില്ല, പെണ്ണെന്ന് പറയുന്നില്ല. ഇത് രണ്ടും പറയാത്ത എങ്ങനെയാ സഹോദര? ഒന്നിവിടെ സാലിബ കുല്ലി പറയാം, അല്ലെങ്കിൽ സാലിബ ജുസു എന്ന് പറയാം. ഈ സാലിബ കുല്ലി അറിയില്ല, സാലിബ പഠിച്ചിട്ടില്ല.
പഠിച്ചാലേ സാരിക്കൂലി സർവീസ് ചെയ്യുള്ളൂ. അതിന് മന്തിയുടെ കിതാബ് പഠിച്ചോണ്ടേ ഈ ആലാത്ത പഠിക്കാതെ തഫ്സീർ നോക്കിയ കുഴപ്പമായി സംഭവിച്ചത് എന്നാ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മദീനയിൽ പോയാൽ കഴിയില്ല. ഞാൻ ഈ അടുത്ത് പോയിട്ട് ഇസ്തിഹാസ നടത്തിയിട്ടുണ്ട്, അറിയോ? ഞാൻ നടത്തിയിട്ടുണ്ട് ഇസ്തിഹാസ. ഞാൻ റസൂലുള്ളാഹിയുടെ ഇസ്തിഹാസ നടത്തിയിട്ടുണ്ട്, അറിയോ? കഴിയില്ല. ഞാൻ വിചാരിച്ചത് അതുപോലെ ഊതിന് പോയി ഹംസത്തുൽ ഖറാറിന്റെ മഖാമിന്റെ അടുത്ത് വളരെ കൂട്ടായ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ആരാ പറഞ്ഞ കഴിയില്ലാന്ന്? നിങ്ങളെ പോലത്തെ ഏതോ ബംഗാളികൾ കമ്മീഷന്റെ മുഖത്തിന്റെ പോലെ ഉണ്ടാവും.